കോസ്റ്റ് കുറവാണ്. ഓയിൽ ചേഞ്ചിങ് അങ്ങനെ ഒരുപാട് സാധനങ്ങളില്ല ഇതിന്. ബാറ്ററി, മോട്ടർ മെയിനായിട്ട്, പിന്നെ കൺട്രോളർ, അതല്ലേ ഉള്ളൂ. കാരണം മറ്റേതാണ് ഡീസൽ എഞ്ചിനാകുമ്പോൾ കുറേ പെട്രോൾ, ഓയിൽ മാറ്റണം, ചേഞ്ചിങ് ഉണ്ട്, പൊല്യൂഷൻ സെറ്റിംഗ് ഉണ്ട്, അങ്ങനെ കുറേ എക്സെട്ര കാര്യങ്ങൾ. ഞാൻ ഇപ്പോൾ പഠിച്ചത് ഇലക്ട്രോണിക്സ് തന്നെയാണ്. ഡിപ്ലോമ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ വരുന്നത്. +2 കഴിഞ്ഞ് ഡിഗ്രി ഫറൂഖ് കോളേജ് ഡിഗ്രി DR ബിസിനസ് ഇസ്ലാമിക് സ്റ്റഡി, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത്. രാവിലെ ക്ലാസ് കയറുമ്പോൾ ഓരോരുത്തർക്ക് ഓരോരോ പ്രൊജക്റ്റ് കൊടുക്കും. ഒരു കാറിനെ പറ്റിയുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മൾ രാവിലെ പ്രസൻറ്റ് ചെയ്യണം. കൂടുതൽ ചാർജറിനെ പറ്റും, മോട്ടറിനെ പറ്റും, നമ്മളെ ബാറ്ററിനെ പറ്റി നമ്മൾ കുറേ അപ്പത്തിന് കുറേ മനസ്സിലാവും. എല്ലാവരും നമുക്ക് വേണ്ടത് നമ്മൾ അവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ബാക്കി അവർ മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് അവർ എത്ര വേണമെങ്കിലും നമുക്ക് പറഞ്ഞു തരാനുള്ള മൈൻഡ് സെറ്റിൻ്റെ അവർക്കുണ്ട്, നമുക്കുണ്ട് പഠിക്കാൻ എന്നുള്ളതിൻ്റെ. ഇവിടെ കുറേ വെഹിക്കിൾസ് ഉണ്ട്, ഓലുണ്ട്, പിന്നെ ലൈസൻസ് പ്ലേറ്റ് ഇട്ട വണ്ടിയുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഓട്ടോയിലേക്ക് പഠിക്കാൻ പോക്കാം. ഇപ്പോൾ ഇത് ഓട്ടോ കഴിക്കാൻ എടുത്ത കാറ് വരുന്നത് 10 നമ്മൾ പ്രാക്ടിക്കൽ എത്രയും ചെയ്യുമ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞില്ല, തിയറി അല്ല കൂടുതലും പ്രാക്ടിക്കലാണ്. പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഇപ്പോൾ 50 ആളും 10 ആളും ഡിഫറൻസ് പറഞ്ഞാൽ നമുക്കൊരാൾക്ക് തന്നെ കുറേ നേരം ഒരു സാധനം തന്നെ ഡീപ്പായിട്ട് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ 24 വോൾട്ടിൻ്റെ സൈക്കിൾ കിറ്റാണ് ചെയ്ത്. നമ്മൾ സൈക്കിൾ കിറ്റ് നോക്കുമ്പോൾ വളരെ ചെറിയ കിറ്റായിട്ടാണ് തോന്നി. അത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ സാറുമാരെ ഒരു ഭാഗത്ത് ഇത്രയും സിമ്പിളാണ്, നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം നമുക്ക് എന്നോടുള്ള ഇൻട്രസ്റ്റോട് കൂടി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളും 3 വീലറായാലും 4 വീലറായാലും നമുക്ക് സുഖമായിട്ട് ചെയ്യാനുള്ളതേ. പിന്നെ ഓരോ സ്റ്റെപ്പായി ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഓലയിലേക്കൊക്കെ കയറിയപ്പോൾ ഇത്തിരി കൂടെ ഒരു ഇതായി. പക്ഷെ എന്നാലും ടൈമെടുത്ത് ചെക്ക് ചെയ്ത് കുറച്ച് ഇതുള്ളൊരു പരിപാടിയാണെങ്കിലും ചെക്ക് ചെയ്ത് തന്നെ നമ്മൾ കണ്ടുപിടിച്ച് കയറി വന്നു. ഓരോ പിന്നിൻ്റെ അകത്തും ഈ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് തന്നെ അത് എവിടേക്ക് കണക്ഷൻ എവിടേക്ക് എത്തുന്നു അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. സാർമാർക്ക് അറിയാമെങ്കിൽ ഇവർ പറഞ്ഞു തരില്ല. നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ഇത് കിട്ടുള്ളൂ. എവിടെ എത്തുന്നത് കറക്റ്റ് നമ്മൾ മൈൻഡിൽ നിൽക്കുള്ളൂ. ഇത് ഫസ്റ്റ് ടൈം തന്നെ ബ്രെഡ് ബോർഡിലാണ് കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയത്. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് സൈക്കിൾ കിറ്റിലേക്ക് കയറി. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് എത്രയുള്ള വോൾട്ടേജ് 24 വോൾട്ടേജിൻ്റെ സൈക്കിൾ കിറ്റ് കയറി. നമുക്കുള്ള പ്രൈസും കാര്യവും കുറവാണ്, പിന്നെ ഗവൺമെൻറ് അംഗീകൃതമാണ്.